എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം. അതെ, അവിടുത്തെ നാമം പൂജിതമാകട്ടെ, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇറ്റ്സ് ഗോഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഒരു കല്യാണം നടക്കാൻ, അല്ലെങ്കിൽ ഒരു വീടിന് വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങളുണ്ടാവാൻ, അങ്ങനെ ഒത്തിരി പ്രാർത്ഥനകൾ നമുക്കുണ്ടാവും. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കുടുംബത്തിലേക്ക് വരുവാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? ഇതൊക്കെ പ്രാർത്ഥനയോടെ നേടിയെടുത്ത ഒരു കുടുംബത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് പരിചയപ്പെടാം. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഈ ഒരു കുടുംബത്തിന്റെ സന്തോഷം കണ്ടില്ലേ? നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇന്ന് ഈ കുടുംബം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം നമുക്ക് അവരെ. ഈ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ചേട്ടാ, പേര്? ആന്റണി സുധാകരൻ. ആന്റണി സുധാകരൻ. ചേച്ചി? സ്മിത മരിയ. സ്മിത മരിയ. മക്കളുടെ പേര്? മൂത്തയാള് ഏഞ്ചൽ മരിയ. അന്ന മരിയ. മോളുടെ പേരെന്താ? എമി റോസ്. എമി റോസ്. എല്ലാം മാതാവിന്റെ കൂട്ടത്തിൽ അവിടെ റോസമിസ്റ്റിക്ക മാതാവിനെയും കൂടെ ചേർത്തു അല്ലേ? ഓ, ഒത്തിരി സന്തോഷം. യാത്രയൊക്കെ സുഖമായിരുന്നു നിങ്ങൾക്ക്? നന്നായിട്ട് പോയി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ടെന്ന് തോന്നല്ലേ ഈ ഒരു ഫ്ലോറില്? അപ്പോൾ നിങ്ങളുടെ വീടും നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒക്കെ ഒന്ന് പറയാമോ? ഞങ്ങളിപ്പോൾ ചെയ്യണത് മലപ്പുറത്ത് പള്ളിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരിയവല്ലായിരുന്നു എൻ്റെ ഭാര്യ. ഒരു 19 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്തതാണ്. മരിയ ഭവനിൽ ശുശ്രൂഷ ചെയ്യാണ്. വേറെ ജോലി ചേട്ടൻ? ജോലി കൂടുതലും ശുശ്രൂഷ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോണത്. പള്ളിയിലുള്ള പണികളും കാര്യങ്ങളും, പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. മക്കളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മൂത്തയാള് ഒന്നിലാണ്, രണ്ടിലേക്ക്. യുകെജി. ചെറിയ ആൾക്ക് 1 വയസ്സായി. 1 വയസ്സ്. സന്തോഷമായിട്ട് പോകുന്നു അല്ലേ? സന്തോഷമായിട്ട്. കല്യാണം കഴിക്കുമ്പോ എത്ര വയസ്സായിരുന്നു ചേട്ടന്? 41. ചേച്ചിക്ക് 32 വയസ്സ്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു വലിയൊരു കഥയുണ്ട് നിങ്ങൾക്ക് പറയാൻ. നിങ്ങളുടെ ഒരു കല്യാണക്കാര്യം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പ്രായത്തില് കല്യാണം കഴിക്കുക, വിവാഹാന്തസ്സിലേക്ക് ഒരു സാധാരണ ആൾക്കാരൊക്കെ ഒരു 25 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള സമയം തൊട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആണ് ആണുങ്ങളൊക്കെ ഒരു 27 തൊട്ട് എന്ന് പറയാം. അപ്പോഴാണ് 41 വയസ്സിലും 32 വയസ്സിലും ഒക്കെ കല്യാണം കഴിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ചേച്ചി സിസ്റ്റർ സിസിലിയുടെ അടുത്തായിരുന്നു പ്രാർത്ഥിക്കാൻ പോയിരുന്നത് അല്ലേ? സിസിലി സിസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് സിസ്റ്ററിനെ ഒന്ന് കാണാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് സിസ്റ്റർ സിസിലി വർഗീസ് MBV. വിശുദ്ധ റോസ വെർണീനി സ്ഥാപിച്ച വെർണീനി സഭയിലെ ഒരംഗമാണ് ഞാൻ. 2012 ജൂൺ മാസത്തിൽ നിലമ്പൂര് ബത്തേരി രൂപതയുടെ കീഴിലുള്ള സ്രോതസ് ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ഞാൻ സ്മിതയെ കണ്ടുമുട്ടുന്നത്. അന്ന് സ്മിത എന്നോട് പ്രാർത്ഥന സഹായം ചോദിച്ചത് വിവാഹത്തെക്കുറിച്ചായിരുന്നു. 32 വയസ്സ് കഴിഞ്ഞു, ഇനി വിവാഹം എന്നത് നടക്കില്ല, എൻ്റെ രൂപവും ഭാവവും ആർക്കും ഇഷ്ടപ്പെടില്ല എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ കർത്താവ് ആ വേദനയും ദുഃഖവും കണ്ട്
വിവാഹം നടക്കുമെന്നും എല്ലാം മംഗളകരമായി തീരുമെന്നും സന്ദേശം കിട്ടി. അതുപ്രകാരം മാത്രമല്ല, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ജീവിത പങ്കാളിയെ കിട്ടുമെന്നും കർത്താവ് സന്ദേശമായി തന്നിരുന്നു. അതും ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു. അപ്പം സിസ്റ്ററിൻ്റെ ഒരു സിസ്റ്റർ കർത്താവിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, കല്യാണമൊക്കെ നടന്നോളും, കുഴപ്പമില്ല. അങ്ങനെ തൃശ്ശൂർ കിടന്ന സുധാകരൻ ചേട്ടനെ അല്ലേ കർത്താവ് കൈ കൊണ്ടുവന്നു. ചേട്ടൻ കല്യാണത്തിന് മുമ്പ് എങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? വളരെ ചെറുപ്പത്തിൽ ഞാനൊരു അമ്മയ്ക്ക് അപ്പനൊക്കെ അച്ഛനൊക്കെ നല്ലൊരു കുട്ടിയായിരുന്നു. പിന്നെ അതിൽ നിന്നിട്ട് ഞാൻ വളരെയധികം മാറിപ്പോൾ എനിക്ക് എന്താ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ച് എനിക്ക് മനസ്സിൽ തോന്നി തുടങ്ങി. ഞാൻ നടക്കുന്ന വഴി ശരിയല്ലല്ലോ എന്ന് തോന്നി. പിന്നെ ഒരുപാട് ഞങ്ങളുടെ വീടിന് മുന്നിൽ ഒരു അമ്പലമുണ്ട്, സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രമാണ്. എൻ്റെ വീടിന് ഉമ്മർത്തിരുന്നാൽ വെളുക്ക് കാണാം. അങ്ങനെ അവിടെയൊക്കെ ചെന്ന് പ്രാർത്ഥിക്കും. എനിക്കതിൽ നിന്ന് മാറണം, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നി. പക്ഷെ അതിൽ നിന്നൊന്നും മാറാൻ പറ്റണില്ല. ഒരുപാട് വിഷമങ്ങൾ, പിന്നെ ഒരുപാട് അമ്പലങ്ങളൊക്കെ പോയി പ്രാർത്ഥിക്കും. തീരെ പറ്റാത്തൊരവസ്ഥകൾ വന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ബന്ധത്തിൽ നിന്നിട്ട് എനിക്ക് മരണത്തിൽ പോവാണ്. ഞാൻ മരിക്കുന്നല്ലത്, ഞാൻ ജീവിച്ചിരുന്നൊരു കാര്യമില്ല. നിരാശയായി. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ മരിച്ചോ ആ സമയത്ത്? അച്ഛൻ മരിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചേട്ടൻ്റെ വീട്ടിലേക്ക് അമ്മ പോയപ്പോൾ അന്നത്തെ രാത്രി വീട്ടിൽ ആരുമില്ല. ഞാൻ ഷാലോമിൽ ഇരുന്ന് അങ്ങനെ ഷാലോമ് കണ്ടിട്ടാണ് ഞാൻ ആ ഈശോനെ അറിയണത്. അച്ഛന്മാർ ധ്യാനിപ്പിക്കുന്നത് കാണാണ് ഷാലോമിൽ കാണുന്നത്. അന്ന് ഞാൻ അവിടെ കൂടി പോയി നോക്കിയിട്ട് നമുക്ക് പറ്റില്ലെങ്കിൽ മരിക്കാം എന്ന് തോന്നാണ് എൻ്റെ മനസ്സിൽ. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ചെട്ടിക്കാട് പുണ്യാളൻ്റെ അടുത്തേക്ക് കൊണ്ടുപോലുണ്ട്, കൊടുങ്ങല്ലൂർ ചെട്ടിക്കാട് പുണ്യാളൻ്റെ അടുത്തേക്ക് കൊണ്ടുപോലുണ്ട്. അവിടെ വെള്ളത്തിൽ വീണ് മരിച്ചു പോകേണ്ടതാണ്. അന്ന് അന്തോണീസ് പുണ്യാളാണ് രക്ഷിച്ചത്. എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു പേരിലാണ് ഞാൻ ആന്റണിയിൽ നിന്ന് മാമൂസിന് പേരിട്ടത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ മരണത്തിലേക്ക് കടന്ന് ചുരുക്കി പറയണം കേട്ടോ. അങ്ങനെ അന്ന് രാത്രി മരിക്കാൻ സമയത്ത് ഷാലോം വെച്ച് നോക്കുമ്പോൾ ഷാലോമിൽ ധ്യാനം കൂടിയിട്ട് വന്നിട്ട് പറ്റി അവിടെ കൂടി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മരിക്കാം ഓർപ്പിച്ചു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അമ്മ വന്നപ്പോൾ അമ്മയോട് പറയാം, അമ്മ നമുക്ക് ധ്യാനത്തിന് പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയ്ക്ക് തന്നെ പെട്ടെന്ന് തോന്നി, എന്താ മോനെ നീ ഇങ്ങനെ പറഞ്ഞു ചോദിച്ചു. അതെനിക്ക് ധ്യാനത്തിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അറിയുന്ന ആൾക്കാരെ ആരെങ്കിലും വിളിക്കാമെന്ന് ചോദിച്ചപ്പോൾ വീടിൻ്റെ അടുത്ത് ഒരു ഓമനിച്ചും വിജയേട്ടെന്ന് പറഞ്ഞ ഭർത്താവുണ്ട്. അവർ എപ്പോഴും ധ്യാനത്തിന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ അവരോട് പോയാൽ അവരും കൂടി വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മ അപ്പോൾ തന്നെ പോയി അവരെ പോയി വിവരം അറിയിച്ചു. അവർ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ എന്താ മോനെ നിനക്ക് ഇങ്ങനെ തോന്നാൻ കാരണം വെച്ചു. എനിക്ക് പെട്ടെന്ന് തോന്നി ധ്യാനം കൂടണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഹൃദയത്തിലെ വേദന വിഷമമൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് അപ്പോൾ ഇനി എപ്പോഴും പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് നാളെ പോകാം, അവിടെ വെള്ളിയാഴ്ച ശുശ്രൂഷയുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ഗാഗോളി ധ്യാന കേന്ദ്രത്തിൽ വെള്ളിയാഴ്ച ശുശ്രൂഷയുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി നമുക്ക് നാളെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയപ്പോൾ ബെന്നി പീറ്ററച്ഛനാണ് അവിടെ ധ്യാനിപ്പിക്കുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ എല്ലാവരും വരി നിർത്തി ഇങ്ങനെ ധ്യാനിപ്പിക്കണത് കണ്ടപ്പോൾ തല കഴിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ അച്ഛനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ വലിയ വരിക നോക്കിയപ്പോൾ അച്ഛനെ പെട്ടെന്ന് എന്നെ കണ്ടിട്ട് അച്ഛൻ പെട്ടെന്ന് തന്നെ മുഖത്ത് കണ്ടെടുക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ രക്ഷയില്ല അല്ലേ, അപ്പോൾ മരിക്കാം, ഇനി രക്ഷയില്ല, എന്നാലും വേണ്ട ഒന്നുകൂടി പോയി അച്ഛൻ്റെ അടുത്ത് പോയി നോക്കാം, എന്നിട്ട് മരിക്കാം എന്ന് ചിന്തിക്കുക. അപ്പോഴും എൻ്റെ ഉള്ളിൽ പറയാം. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അച്ഛൻ്റെ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ മോനെ നീ ഓടിപ്പോയി കൗൺസിൽ ചെയ്യടാന്ന് പറഞ്ഞു. കൗൺസിൽ ചെയ്യാൻ എന്താ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അമ്മ കൊണ്ടുപോയി കൗൺസിൽ ചെയ്യുന്നു. അവിടെ ഒരു 10-25 പ്രായം ഉണ്ടാവും. ഒരു കറന്നൽ മുടിയൊക്കെ നരച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നു. അദ്ദേഹം ബൈബിൾ വായിച്ചിരിക്കുന്നു. അപ്പോൾ എന്താ വന്നു ചോദിച്ചു. പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി വചനം എടുത്തതാണ്. സുധാകരൻ്റെ ദൈവം പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. അപ്പം എനിക്ക് ആകെ എൻ്റെ ഹൃദയം പൊട്ടി ഇങ്ങനെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുക. എനിക്ക് സംസാരിക്കാൻ പറ്റാതായി. അത്രയ്ക്കധികം ഒരു വലിയൊരു ആനന്ദം വന്ന മാതിരി എന്നെ ദൈവം പേര് ചൊല്ലി വിളിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കിടകിടന്നൊക്കെ അറിയാൻ തുടങ്ങി. ഹൃദയം പൊട്ടിക്കറിയാൻ എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉണ്ടായിരുന്ന സംഭവമാണ്. അങ്ങനെയാണ് ഞാൻ ഇത് വന്നത്. അപ്പോൾ 1 മണിക്കൂറോളം അയാളായിട്ട് സംസാരിച്ചു. കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അത് ഇരുന്ന് കേട്ടു. അപ്പോൾ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു അച്ഛനെ മനസ്സിൽ ധ്യാനിച്ചിട്ടും അമ്മേനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് കാക്കിൽ വീഴാൻ പറഞ്ഞു. കാക്കിൽ വീണ് മാപ്പ് ചോദിക്കാൻ പറഞ്ഞു.
അച്ഛനമ്മോട് മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞു. ചോദിച്ചു. ഞാൻ ചെയ്ത് പോയ തെറ്റുകളോടത്ത് എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു. അങ്ങനെ അടുത്ത് പോയി ഇനി പോയി ധ്യാനിച്ചോളാൻ പറഞ്ഞു. അവിടെ പോയി താഴത്ത് പോയി ധ്യാനിച്ചോ പറഞ്ഞു. കർത്താവ് എല്ലാം സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു തെറ്റിന്റെ മുൻ കാലഘട്ടം മുഴുവൻ ശരിക്കും പറഞ്ഞു തീർത്ത് ക്ഷമ പറഞ്ഞ് ചേട്ടനൊന്ന് ഒരു റിലീഫ് ആവുമായിരുന്നു എന്ന് തോന്നുന്നല്ലേ. ശേഷം ഡിവൈനിലേക്ക് ചെന്നത് എപ്പോഴായിരുന്നു? ഡിവൈനിൽ ഈ ധ്യാനം കഴിഞ്ഞ് വെള്ളിയാഴ്ച തൊട്ട് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു എനിക്ക് താമസിച്ച് ധ്യാനം കൊണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരാൻ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ വല്ലപ്പോഴും എനിക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ സമയത്ത് എനിക്ക് ഒരു ആഴ്ച താമസിച്ച് ധ്യാനം കൂടാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു എപ്പോഴും അവരോട് ചോദിച്ചു എന്താ എപ്പോഴും ധ്യാനം കൂടാൻ പറ്റുമെന്ന് ചോദിച്ചു. നമുക്ക് അടുത്ത ആഴ്ച ഞായറാഴ്ച പോകാമെന്ന് പറഞ്ഞു. ഞായറാഴ്ചയാണ് അവിടെ ധ്യാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു ഞായറാഴ്ച പോയി അവിടെ നിന്ന് പ്രാരംഭ ധ്യാനമാണ് കിട്ടണത്. അവിടെ നിന്ന് പ്രാരംഭ ധ്യാനം കിട്ടി ഒരാഴ്ച ധ്യാനിച്ച് വന്നു. എനിക്ക് അത്രയും വലിയ ഇതായില്ല. എന്നാലും ഞാൻ പ്രാർത്ഥിക്കും, ഒരുപാട് കണ്ണുനീര് ഒഴുകി പ്രാർത്ഥിക്കും. അവർ ഹല്ലേലൂയ പറയുമ്പോൾ ഞാൻ എനിക്ക് നിന്ന് കണ്ണുനീര് ഒഴുകി ഇങ്ങനെ ഹല്ലേലൂയ പറയും. പക്ഷേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവത്തെ വിളിക്കണത്. എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ ധ്യാനം കഴിഞ്ഞ് വന്നു. എനിക്ക് നടുവേദനയുണ്ട്, ഭയങ്കര വേദന, എനിക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ അവിടുന്ന് ഇത് കഴിഞ്ഞ് വന്നു. ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും, 1.5 മാസമായി. അങ്ങനെ അമ്മ അമ്മോട് പറഞ്ഞു അമ്മ എനിക്ക് ധ്യാനത്തിന് പോകണമെന്ന് പറഞ്ഞു. ധ്യാനത്തിന് ഒന്നുകൂടി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ധ്യാനത്തിന് ഒന്നുകൂടി പോയി വന്നപ്പോൾ ആ ധ്യാനത്തിന് കൂടി അപ്പോൾ നല്ലൊരു അവിടുത്തെ ഒരു പരിചയം കാര്യങ്ങളൊക്കെ ആയിപ്പോൾ മനസ്സിലായി. അങ്ങനെ പിള്ളേരൊക്കെ അവിടുത്തെ പിള്ളേർ ധ്യാനത്തിൽ വന്ന പിള്ളേരൊക്കെ ഭയങ്കര കൂട്ടായി. അങ്ങനെ പാനക്കിൽ വെച്ച് 3ാമത്തെ ദിവസം വിളിച്ച് പറയാണ് സുധാകരനെ ഈശോ തുടരണമെന്ന് പറയാണ്. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് മനസ്സിലായില്ല. അത് വെറുതെ നമ്മുടെ റെസിറ്റ് നോക്കാൻ ഞാൻ വിചാരിച്ചാൽ. അപ്പോൾ പിള്ളേരെല്ലാവരും എന്നെ നോക്കുക, സുധാകരൻ ഇനി നിൻ്റെ ജീവിതത്തിലൊക്കെ എന്തൊക്കെ സംഭവിക്കട്ടെ ഞാനും ചിന്തിച്ചു. നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് നമ്മുടെ നിൽക്കുന്ന മരണമല്ലേ, അപ്പോൾ എന്തെങ്കിലും ആണെങ്കിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ പിന്നെ ഇതായി എല്ലാ കാര്യങ്ങളും ഇതായപ്പോൾ കല്യാണത്തിന് ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിലൊരു പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫോം പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കല്യാണത്തിന് വേണ്ടി ഇത് വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാന്നുള്ള. അപ്പം അതും കൂടി ഉണ്ടെങ്കിൽ നടന്നോട്ടെന്ന് വെച്ചാൽ ഞാനത് അന്ന് അത്രയും ഞാൻ നോക്കിയിട്ടില്ല. നമ്മുടെ ജീവിത രീതിയൊക്കെ വളരെ ആയതുകൊണ്ട് നമ്മളത്ര ശ്രദ്ധിച്ചില്ല. നമ്മുടെ ജീവിതം അത്രയും കലങ്ങി പിടിച്ചതല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരു 10-39-40 ആയിരിക്കാം. ഈ ഒരു കാലഘട്ടം അത്രയും പ്രാർത്ഥനയോടെ ചേട്ടന്റെ ജീവിത പങ്കാളിയാകാനിരിക്കുന്ന സ്മിത ചേച്ചി ഒരുങ്ങുമായിരുന്നു. അത് ഞാൻ സ്മിത ചേച്ചിയെ കുറിച്ച് കേട്ടപ്പോൾ ഒത്തിരി പേര് പറഞ്ഞൊരു കാര്യം എന്നറിയോ, ചേച്ചി കല്യാണം ആവാത്തവർക്ക് വേണ്ടി, കുഞ്ഞുങ്ങളുണ്ടാവാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരാളായിരുന്നു എന്നാ. അപ്പം അങ്ങനെ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി കർത്താവ് ഒരുക്കുമായിരുന്നു ഒത്തിരി. അപ്പം ഇതിനൊക്കെ ഇടയിൽ നിന്നത് ഷാജി ചേട്ടനായിരുന്നു. എനിക്കും ഷാജി ചേട്ടന് കുറെ അനുഭവങ്ങൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളതെന്ന് പറയാൻ ആഗ്രഹമുണ്ട്. നമുക്ക് ഷാജി ചേട്ടനെ ഒന്ന് കേട്ടോക്കാം. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2013-12 കാലഘട്ടത്തിൽ ഡിവൈനിൽ എനിക്കൊരു ശുശ്രൂഷയ്ക്ക് പോകേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. അവിടെയാണ് ഡി അഡിക്ഷൻ ഇതിൻ്റെ ഭാഗമായിട്ടൊരു ക്യാമ്പ് നടക്കും. ആ ക്യാമ്പിൽ വെച്ചാണ് സുധാകരൻ എന്ന് പറഞ്ഞ സഹോദരനായിട്ട് കണ്ടുമുട്ടുന്നത്. അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. അദ്ദേഹം അവിടെ ധ്യാനം കൂടി രണ്ടാമത് വീണ്ടും അവിടെ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അവിടെ റൂമിൽ വെച്ച് ഞങ്ങൾ കാണാനായിട്ട് ഇടയായി. അങ്ങനെ സംസാരിച്ചു. അദ്ദേഹത്തിന് ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങളായിട്ട് പങ്കുവെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയ മനുഷ്യനാണ്. എന്നാൽ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു പ്രത്യാശ ലഭിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ വീണ്ടും തുടർന്നുള്ള കാര്യങ്ങളിലെല്ലാം അദ്ദേഹം എന്നെയായിട്ട് സംസാരിച്ചു, കാര്യങ്ങൾ നീങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും കാലം വിവാഹം കഴിക്കാതെ എന്താണ് വിവാഹം കഴിക്കാതെ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചെറുപ്പം മുതലേ ജന്മന എൻ്റെ തലമുടി ചെമ്പൻ മുടിയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് സ്ത്രീകളുമായിട്ട് കണ്ടുകൊണ്ടിപ്പോൾ അവരൊക്കെ എന്നെ പരിഹസിക്കുന്ന രീതിയിലുള്ള സ്വഭാവമൊക്കെ സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ചെമ്പൻമുടി ആയതുകൊണ്ട്
ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നിരാശ കയറിയാണ് അദ്ദേഹം മറ്റുള്ള പാപത്തിൻ്റെ വഴിയിലൂടെയൊക്കെ പോകേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തിലൊരു പ്രത്യാശ ലഭിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മളുമായി കണ്ടുമുട്ടി ആ മേഖലയിലേക്ക് വന്നു. അങ്ങനെ സംസാരിച്ച് എന്തായാലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാവും നിങ്ങളെക്കുറിച്ച്, അത് എന്താണെങ്കിലും നമുക്ക് ദൈവത്തോട് ചോദിച്ചു നോക്കാം എന്താണ് ആ പദ്ധതി. അപ്പോൾ അങ്ങനെ ഞാൻ നേരെ കൊണ്ടുപോയത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഉള്ളിലൊരു ചാപ്പലുണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ. അവിടെ കൊണ്ടുപോയിരുത്തി അവിടെ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് പ്രാർത്ഥന എന്താണെന്നും അറിയത്തില്ല. പിന്നീട് അത് കഴിഞ്ഞ് റൂമിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ പ്രാർത്ഥിക്കാനൊക്കെ കുരിശ് വരയ്ക്കാനൊക്കെ പഠിപ്പിച്ചതും തുടർന്നുള്ള പ്രാർത്ഥനയും ജപമാലയൊക്കെ ചെല്ലാനൊക്കെ പഠിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മുന്നോട്ട് പോയത്. പിന്നെ ഞങ്ങൾ ബന്ധങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീടൊക്കെ ഒന്ന് കാണാനായിട്ട് കടന്നു ചെല്ലാനായിട്ട് സാധിച്ചു. അങ്ങനെ വീട്ടിൽ ചെന്ന് വീട്ടിലെ ചുറ്റുവേഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിനി വിവാഹ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഞാൻ ഇദ്ദേഹമായിട്ട് പറഞ്ഞു, എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയുണ്ട്, അത് മലപ്പുറം മരിയാഭവനിൽ സ്മിത എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഞാനൊന്ന് സംസാരിക്കട്ടെ. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത്, ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനെയാണ് എനിക്ക് ആവശ്യം, അത് കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെയായിട്ട് അവരോട് സംസാരിച്ചപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുടിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതൊന്നും വിഷയമുള്ള കാര്യമല്ല, ദൈവം യോജിപ്പിച്ചാണെങ്കിൽ ഷാജേട്ടാ അത് നടക്കട്ടെ, ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ അതനുസരിച്ച് ക്രമപ്പെടുത്തട്ടെ എന്നാണ് സ്മിത എന്നോട് പറഞ്ഞത്. അങ്ങനെ ഇവർ തമ്മിൽ ആലോചിച്ച് പ്രാർത്ഥനയ്ക്കായി, രണ്ടു കൂട്ടരും പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവഴിക്കുന്നവരാണ്. അപ്പം അങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് അവർ നിന്നു. ഒറ്റയടിക്ക് ഇഷ്ടപ്പെടുകയല്ല ചെയ്തത്, അവർ പ്രാർത്ഥിച്ചിട്ട് ദൈവഹിതമാണെന്നുണ്ടെങ്കിൽ വന്ന് കാണാം എന്നതിൽ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇദ്ദേഹം പിന്നെ മലപ്പുറത്തേക്ക് വരികയാണ്. അങ്ങനെ മലപ്പുറത്ത് വന്ന് ഈ കുട്ടിയായിട്ട് കണ്ടു, തമ്മിൽ ഇഷ്ടപ്പെട്ടു, രണ്ടുപേരും ഇഷ്ടം പറഞ്ഞു പോയി. എന്നിട്ടും പൂർണ്ണമായിട്ടില്ല. അദ്ദേഹത്തിന് വിശ്വാസമായതുകൊണ്ട് ദൈവത്തോടൊന്നും കൂടെ ആലോചിച്ച് നോക്കട്ടെ, ഈ ഒരു ബന്ധമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ഒരു വിശ്വാസി ആയതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്, ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആലോചന ചോദിച്ച് എന്നോട് വിവരം പറഞ്ഞു. ഓക്കെ, ദൈവം അനുവദിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണ് ഈ കല്യാണത്തിന് തയ്യാറാകാൻ സാധിച്ചത്. എനിക്കൊന്ന് വളരെ അത്ഭുതകരമായിട്ട് കർത്താവ് നിങ്ങളുടെ ഒരു ജീവിതം, നിങ്ങളെ ഒന്നിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ഇടപെട്ടത്. ചേട്ടനാണേലും ഒത്തിരി കൺസേൺസ് ഉണ്ടായിരുന്നു മുടിയുടെ കാര്യത്തിലും, ചേച്ചിയാണേലും പറഞ്ഞു അയ്യോ എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ അല്ലേ. പക്ഷെ കർത്താവിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല. അത് തന്നെ. ചേച്ചിയുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ചേച്ചി ഈ ഒരു വിവാഹത്തിലേക്കൊക്കെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയുമ്പോഴും. ഞങ്ങള് വീട്ടില് 3 പെണ്ണുങ്ങളാണ്, 2 ചേച്ചിമാരുണ്ട് എനിക്ക്. അവരും ഇതേ പ്രായത്തിലാണ് കല്യാണം കഴിഞ്ഞു, 32 വയസ്സിന് ശേഷം. അത് ദൈവത്തെ ഇറങ്ങി പ്രാർത്ഥിക്കുന്നതിന് ശേഷമാണ് അവരുടെ വിവാഹം നടന്നത്. അപ്പം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവരായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് വേണം ഒന്ന് സമാധാനിക്കാന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. അവരുടേത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ജീവിതത്തിൽ ശുശ്രൂഷ ചെയ്ത് അങ്ങോട്ട് പൂർത്തിയാക്കാം ജീവിതം. കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ധ്യാനത്തിൽ പോയപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറയണു കല്യാണം ഉണ്ട് എന്ന്. അപ്പോൾ പിന്നെ നമ്മളൊരു ബ്രദറ് പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞു കല്യാണം കർത്താവ് തരണുണ്ട്. പിന്നെ നമ്മുടെ അനു ബ്രദർ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എപ്പോഴും പറയണേ കർത്താവ് അങ്ങനെ ഒരു ജീവിത പങ്കാളി എവിടെയോ ഒരുക്കി വെച്ചിട്ടുണ്ട്, സമയമായിട്ടില്ല. കാരണം സഹോദരിമാരെ ആ പ്രായത്തിൽ കല്യാണം കഴിച്ചതായതുകൊണ്ട് ഒരു പ്രതീക്ഷ തുടർന്നുണ്ടാവും, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആഗ്രഹമല്ല, ദൈവം ഇതൊക്കെ ചെയ്ത് കണ്ടതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. ഈ ഒരു ഷാജി ചേട്ടനെയൊക്കെ എങ്ങനെയായിരുന്നു ചേച്ചിക്ക് പരിചയം? നമ്മുടെ വലിയ പോലെ ശുശ്രൂഷയ്ക്കായിട്ട് വരുന്ന ഒരു ശുശ്രൂഷകനാണ്. അപ്പോൾ ഞാൻ സുധാരേട്ടനെ കാണാൻ വരണത് ഒരു വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ ഞാൻ സ്റ്റേജിൽ നിന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ഇവർ വരുമെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ അവിടെ വരണത്. പിന്നെ ബാക്കിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന കൊന്തയാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വിവാഹ തടസ്സവും മക്കളിൽ എല്ലാ വിഷയങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേജിൽ നിന്നിട്ടാണ് ഞാൻ സുധാകരേട്ടനെ കാണുന്നത്. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കൂടെ ആക്കി ചേച്ചി സുധാകരേട്ടനെ കണ്ടപ്പം വർത്താനം പറഞ്ഞു. ആദ്യം എനിക്ക് ഒരുപാട് വിഷമം തോന്നി. കാരണം സുധാകരേട്ടൻ ജനിച്ചപ്പോഴേ ഒരു സ്വർണ്ണക്കളർ മനുഷ്യനായിരുന്നു. തലയും മുടിയെല്ലാം ചുമപ്പ്, കയ്യും കാലും എല്ലാം ചുമപ്പ്. പെട്ടെന്നൊരു നോട്ടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പക്ഷെ പിന്നെ ഞങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ മനസ്സിന് ഭയങ്കര റിലാക്സായി. നല്ലൊരു വ്യക്തിത്വമാണെന്ന് മനസ്സിലായി അപ്പം തന്നെ. പിന്നെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് തീരുമാനമൊന്നും എടുക്കണ്ട,
പ്രാർത്ഥിച്ചിട്ട് ദൈവഹിതമെങ്കിൽ മാത്രം പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിൽ അപ്പോഴേ എത്തി. പിന്നെ സുധാരായിട്ട് ഒരാഴ്ചത്തോളം പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് ദൈവം ഓക്കേ എന്ന് പറയണ വരെ പ്രാർത്ഥിച്ച ഒരാഴ്ചത്തോളം. പിന്നെയാണ് തീരുമാനിച്ചത്. എന്നായിരുന്നു നിങ്ങളുടെ കല്യാണമൊക്കെ? ഞങ്ങളത് 2013 ഏപ്രിൽ 28-ന്. 13 ഏപ്രിൽ 28 അന്നാണ് കല്യാണം. അങ്ങനെ സംഭവബഹുലമായിട്ട് കർത്താവ് രണ്ടുപേരെ ഒരുമിച്ച് യോജിപ്പിച്ചു. ഒരു സംഭവമായിരുന്നു രണ്ടുപേരുടെയും കല്യാണം. ഭയങ്കരമായിട്ട് ആളും ഭയങ്കര ഒരു ആഘോഷമായിരുന്നു. ഒത്തിരി പേര്, എനിക്ക് മരിഭവനിന്ന് ഒത്തിരി പേര്, ഒത്തിരി നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറം ഒരു VIP കല്യാണം എന്ന് പറയാം. വലിയ ഓഡിറ്റോറിയത്തില് നിറയെ ആള്, നിറയെ സ്വർണം, എല്ലാം കൊണ്ടും തമ്പുരാൻ ക്രമീകരിച്ചു. മാതാവിനോട് ആദ്യം ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്, മാതാവിന്റെ ഇഷ്ടം പോലെ എല്ലാം ചെയ്തു തരണമെന്ന്. ഞങ്ങൾ എല്ലാ ദിവസവും ജപമാലയിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വളരെ മനോഹരമായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് വലിയൊരു അനുഭവമായിരുന്നു. ഇത്രയും വലിയ കല്യാണം ആ ഹാളിൽ നടന്നിട്ടില്ല എന്ന് വരെ പറഞ്ഞു ആൾക്കാർ. കർത്താവിന്റെ ഉള്ളിലെ സ്വപ്നമായിരുന്നത്. അതുകൊണ്ട് ഈശോ അത് ഒത്തിരി മനോഹരമാക്കി തന്നു. അങ്ങനെ കല്യാണം ഏപ്രിൽ 28 കഴിഞ്ഞു. പിന്നീട് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഒരു വീട് വേണമെന്നുള്ളതായിരുന്നു അല്ലേ? അപ്പം പിന്നെ സിസ്ലയുടെ അടുത്ത് ചേച്ചി ഒരു പ്രാർത്ഥനാ സഹായമൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ കേട്ടു. അപ്പം സിസ്റ്റർ സിസ്ലയെ തന്നെ നമുക്ക് കാണാം. പിന്നീട് പ്രാർത്ഥന സഹായത്തിന് വന്നത് വീടുമായി ബന്ധപ്പെട്ടാണ്. സ്ഥലമോ പണമോ ഒന്നും കൈവശമില്ലാതെ ആഗ്രഹം മാത്രമായി വന്ന സ്മിതയെ കർത്താവ് കണ്ടു. അപ്പോൾ എനിക്ക് തന്ന വചനം സങ്കീർത്തനം 127 1-ാമത്തെ തിരുവചനമാണ്. അന്ന് ഒരു സെപ്റ്റംബർ മാസമാകയാൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കാനായി ഒരുങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു കൊടുത്തു. 8 തിരിഞ്ഞിരിക്കുന്ന 8 ബന്ധനങ്ങളെ 8 തിരിച്ച് ബന്ധിച്ച് കളയണമേ, 8 നോമ്പമ്മേ, പരിശുദ്ധ കന്യകാമറിയമേ. ഇത് 13 പ്രാവശ്യം ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തുടർന്ന് മറ്റു പ്രാർത്ഥനകളും വചനങ്ങളും ഞാൻ നൽകിയിരുന്നു. ഈ വചനം അവിടെ മാംസം ധരിക്കുകയും അത് സംഭവിക്കുകയും ചെയ്തു. ആമേൻ. വളരെ വ്യത്യസ്തകരമായൊരു പ്രാർത്ഥനയാണ് ചേച്ചിയുടെ കയ്യിലേക്ക്. ഇത് ചേച്ചിക്ക് വേണ്ടി സിസ്റ്ററിന് കിട്ടിയൊരു മെസ്സേജ് ആയിരുന്നു ആ ഒരു പ്രാർത്ഥന പോലും. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു ഭവനം പണിതു. അതിന്റെ വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാമോ സുധാരൻ ചേട്ടാ? സിസ്റ്റർ അടുത്ത് വന്നതിന് ശേഷം സിസ്റ്റർ ചോദിച്ചു, വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നു ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ല, എന്നാലും ഞങ്ങൾ ആ സമയത്ത് അത്രയും കാര്യങ്ങളൊക്കെ പോയിട്ടില്ല. പറഞ്ഞു വീട് ദൈവം തരുന്നുണ്ട്, രണ്ടുപേരും തരുന്നുണ്ട്, അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു. അപ്പോഴേക്കും എൻ്റെ ഭാര്യ അടുത്ത് അപ്പുറത്തൊരു ഞങ്ങൾ മരിയവാൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചേച്ചിയുണ്ട്, മുത്തു ചേച്ചി എന്ന് പറയും. ആ ചേച്ചിയുടെ ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയ പേപ്പർ ഉണ്ടായിരുന്നു. വെച്ചാൽ അപേക്ഷ വീട് പണിയുന്നവർക്ക് നമുക്ക് തന്നതാ. അപ്പോൾ ഞാൻ ആ ഫോം അവള് പൂരിപ്പിച്ച് കൊടുത്തു. അപ്പോൾ പറഞ്ഞു പഞ്ചായത്തിൽ കൊടുത്തു. ദൈവത്തിൻ്റെ ഇടപെടൽ അങ്ങനെയാണ്. അപ്പോൾ അത് കൊടുത്തപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തു. അപ്പോൾ സ്ഥലം വേണമെന്ന് പറഞ്ഞു. സ്ഥലം ഒരു 3 സെൻറ്റ് സ്ഥലം കണ്ടാൽ വീട് കിട്ടുള്ളൂ. അപ്പോൾ ഇവൾ പറഞ്ഞു ജോൺസണിൻ്റെ കയ്യിൽ കൊടുത്തു. ജോൺസണിൻ്റെ അടുത്ത് ഞങ്ങളുടെ മരിയവൻ്റെ ട്രസ്റ്റിൻ്റെ അങ്ങനത്തെ ആണ്. ജോൺസണിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ജോൺസണിൻ്റെ അതിനുള്ള വഴികളുണ്ടായി, എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്തു. അപ്പോൾ സ്ഥലം കിട്ടുകയാണെങ്കിൽ വെച്ചാൽ ഞങ്ങൾക്ക് വീട് പണിത് കിട്ടും, മുനിസിപ്പാലിറ്റി തരും, 8 ലക്ഷം രൂപയാണ് പാസ്സാക്കണം കിട്ടുകയെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോൺസൺ ആ സ്ഥലം തരാനായിട്ട് ഞങ്ങൾക്ക് പ്രയത്നിച്ചു. അതിനുവേണ്ടി സ്ഥലം തന്നു. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ജോൺസൺ ചേട്ടനും മീന ചേച്ചിക്കും അവരുടെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. നമുക്ക് അവരെ ഒന്ന് കേൾക്കാം. സ്മിത ഇവിടെ വന്നിട്ട് ഒരു 25 വർഷത്തോളായി. ആദ്യമായിട്ട് മരിയഭവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ അന്ന് പരിചയപ്പെട്ടതായിരുന്നു. പിന്നെ ഒരു 9 വർഷം മുമ്പാണ് സ്മിതയുടെ കല്യാണം കഴിഞ്ഞത്, സുധാകരൻ. അതിനുശേഷം സ്മിതയ്ക്ക് ഒരു വീട് വേണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. സ്മിത പാവപ്പെട്ട കുടുംബത്തിലൊരംഗമാണ്. അച്ഛൻ നേരത്തെ മരിച്ചു, ചേട്ടനും ഒരു 5 കൊല്ലം മുന്നേ മരിച്ചു. പിന്നെ സ്മിതയ്ക്ക് ഒരു സ്ഥലം വാങ്ങി വീട് വെക്കാനുള്ള ഒരു പരിസ്ഥിതി അപ്പം ഉണ്ടായിരുന്നില്ല. മരിയഭവനിൽ വരുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ സെല്ലംഗങ്ങളും മരിയഭവനിൽ വരുന്നവരും എല്ലാം പ്രാർത്ഥിച്ചു. മരിയൻ ട്രസ്റ്റിൻ്റെ കൂട്ടായ്മയിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ ഒരു മെസ്സേജായിരുന്നു,
സ്മിതയ്ക്ക് ആവശ്യമുള്ള സ്ഥലം, വീട് വെക്കാൻ ആവശ്യമുള്ള ഒരു സ്ഥലം കൊടുക്കുക എന്നുള്ളത്. അതിൻ്റെ പരമായിട്ട് മരിയ ഭവനിൽ കൂടി ഒരു 3 സെൻറ്റ് സ്ഥലം സ്മിതയ്ക്ക് കിട്ടി. പിന്നെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി അവിടെ വീട് വെക്കുകയും ആ വീട് വെക്കാനുള്ള സഹായത്തിന് എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടി. അങ്ങനെ വീട് വെച്ചു. ആ സ്മിതയുടെ വീട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ അത് ദൈവാനുഗ്രഹമാണ് എന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ ഇങ്ങനെ ഓരോരുത്തർക്ക് കിട്ടിയ മെസ്സേജും പ്രാർത്ഥനയും ഒക്കെ വഴിയായിട്ട് തമ്പുരാൻ ഇത് നിങ്ങൾക്ക് ക്രമീകരിച്ച് തരുമായിരുന്നു. ഓരോരുത്തരിലൂടെയും അത് ക്രമീകരിച്ച് തരുമായിരുന്നു. അത് സർക്കാരിൻ്റെ സഹായവും ഇവരുടെ ഇതും എല്ലാം ഈശോ കണ്ടറിഞ്ഞ് എല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്നു. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ഒരു വീടിൻ്റെ കാര്യങ്ങൾ വരെ ദൈവവചനമാണ് പറയാനുള്ളത്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. അതാണ് ഞങ്ങളുടെ വീടിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. കാരണം ആഗ്രഹവും പ്രാർത്ഥനയും മാത്രമേ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. സാമ്പത്തികമായിട്ടൊന്നുമില്ലായിരുന്നു. വീട് പണി തുടങ്ങുന്ന സമയത്ത് വീട് പണി നമ്മൾ തുടങ്ങുമെന്ന് പറഞ്ഞ് നമ്മൾ നിന്നു കൊടുത്തു. കർത്താവ് ഓരോ ഘട്ടം മനോഹരമായിട്ട് ചെയ്തു തന്നു. അത്ഭുതകരമാണ് ആ വീടും വീടുപണിയും. അതവിടെ ജോലി ചെയ്ത ഓരോ വ്യക്തികളും പറഞ്ഞു, ഇവിടെ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു വീട് പണിയണമെങ്കിൽ ഇത് അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ വീടൊരു അത്ഭുതമായിട്ടാണ് കാണുന്നത്. എല്ലാം തമ്പുരാൻ തന്ന അനുഗ്രഹങ്ങൾ മാത്രമാണ്. അത് കൈമുതലായിട്ട് തമ്പുരാൻ്റെ അനുഗ്രഹമാണുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കാര്യത്തിൽ. സമയത്തിൻ്റെ ഒരു പരിമിതി മൂലം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുവാണ്. അപ്പം ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്ത ചേച്ചിക്കും ചേട്ടനും മക്കൾക്കും എല്ലാം ഒത്തിരി നന്ദി. പ്രശസ്തമായ ഒരു ഈരടികളാണ് ഈ ഒരു സമയത്ത് മനസ്സിലേക്ക് വരുന്നത്. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ പ്രവർത്തനങ്ങൾ അത് നിലച്ചിട്ടേയില്ല. യെസ്, ഇറ്റ്സ് ഗോഡ്. തീരാത്ത അത്ഭുതങ്ങളും തീരാത്ത വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.